Hi learners, welcome to I+ Training Solutions. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് UGC നെറ്റ് കോമേഴ്സിന്റെ ഡിസംബർ 2024 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ എടുക്കാറായി, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ നടത്തിയവർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമ്മളെ ഒന്ന് ട്രിക്കി ആക്കുന്ന തരത്തിലും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഈ സിലബസ് അറിയാം, നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്നത്, ഏതൊക്കെയാണ് യൂണിറ്റുകൾ ഉള്ളത് എന്നെല്ലാം കൃത്യമായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് പോകുമ്പോൾ പലപ്പോഴും എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ പോകാറുണ്ട്. സോ മാക്സിമം സിലബസ് കവർ ചെയ്തതിനു ശേഷം മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ അധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ ഫോർ സ്ക്യൂനെസ്? നമ്മളുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സ്ക്യൂനെസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ സ്ക്യൂനെസുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. It is a measure of symmetry of a frequency distribution. Measure of symmetry. Then, for the right skewed distribution, mean is to be the right of the median. Right skewed distribution ആണെങ്കിൽ mean എന്ന് പറയുന്നത് മീഡിയന്റെ റൈറ്റിലായിട്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട്. For right skewed distribution, mean is to be right of the mode. അതേപോലെ തന്നെ ഒരു റൈറ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ mean എന്ന് പറയുന്നത് മോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് വരുമെന്നും പറയുന്നുണ്ട്. Then, for the right skewed distribution, mean is to be left of the median. ഇവിടെ റൈറ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് മീഡിയന്റെ ലെഫ്റ്റിലായിട്ടാണ് വരുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് ഡിയിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഫോർ ദി റൈറ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ടു ബി ലെഫ്റ്റ് ഓഫ് ദി മോഡ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നും അല്ലെ. നമ്മളെ എപ്പോഴും കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലായിരിക്കും നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം വരുന്നത്. സോ കൃത്യമായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഇതേപോലെ കൺഫ്യൂഷൻ വന്നിട്ട് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിവിടെ സ്ക്യൂനെസ് ആയിട്ട് നോക്കിയാൽ നമുക്കറിയാം ഓപ്ഷൻ എ ഇസ് എ മെഷർ ഓഫ് സിമെട്രി. സിമെട്രി നോക്കുന്നതാണല്ലോ സ്ക്യൂനെസിനകത്ത് നടക്കുന്നത് അല്ലെ. മെഷർ ഓഫ് സിമെട്രി, നമ്മൾ എത്രത്തോളം സിമെട്രിക് ആണ്, നമ്മളുടെ ഡേറ്റ എത്രത്തോളം സിമെട്രിക് ആണ് എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് സ്ക്യൂനെസ് വഴിയാണ് മനസ്സിലാകുന്നത്. സോ ഓപ്ഷൻ എ എന്തായാലും വരുമെന്ന് നമുക്കറിയാം. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ABC ഒള്ളി, ACD ഒള്ളി, ADE ഒള്ളി, ABD ഒള്ളി. അപ്പൊ ഇതിൽ എല്ലാത്തിലും എ ഉണ്ട്. എ എന്തായാലും വരുമെന്ന് നമുക്ക് അറിയാം അല്ലെ. സോ ഇവിടെ എല്ലാ ഓപ്ഷനിലും എ വരുന്ന സ്ഥിതിക്ക് നമുക്കിതില് ഒരു ഓപ്ഷനെ മാത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. കാരണം എല്ലാ ഓപ്ഷനിലും എ എന്നൊരു ഐറ്റം വരുന്നുണ്ട്. എ നമുക്ക് ഉണ്ട്. ഇനിയുള്ളത് ബാക്കി ഓപ്ഷൻസ് നോക്കുക. നമുക്ക് ആദ്യം സ്ക്യൂനെസ് എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ എക്സാമിന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇപ്പൊ ഇവിടെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണോ, എത്രത്തോളം സിമെട്രിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിക്കുന്നതാണല്ലോ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസിൽ കൂടി. സോ നമ്മുടെ ഡേറ്റാസ് എത്രത്തോളം സിമെട്രിക്കൽ ആണ് അല്ലെങ്കിൽ എത്രത്തോളം അസിമെട്രിക്കൽ ആണ് എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു സ്ക്യൂനെസ് വെച്ചിട്ട് മനസ്സിലാകും. സോ ഇറ്റ് ടെൽസ് us how about a distribution deviate from symmetry. സിമെട്രിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? രണ്ട് സൈഡുകളും മിറർ ഇമേജ് പോലെ ഇരിക്കും അല്ലെ, അതാണ് സിമെട്രിക്കൽ. സോ if the distribution is perfectly symmetrical like a normal distribution, skewness is 0. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ ആണെങ്കിൽ
അവിടെ സ്ക്യൂനെസ് 0 ആയിരിക്കും, അവിടെ സ്ക്യൂനെസ് ഇല്ല അല്ലെ? കാരണം സ്ക്യൂനെസ് 0 ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി സിമ്മട്രിക്കൽ ആയിരിക്കും എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സ്ക്യൂനെസ് 0 ആണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പെർഫെക്റ്റ്ലി സിമ്മട്രിക്കൽ ആയിരിക്കും. അതായത് നമ്മുടെ രണ്ട് സൈഡും എങ്ങനെ വരും? മിറർ ഇമേജ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്, പെർഫെക്റ്റ്ലി സിമ്മട്രിക്കൽ ആയിരിക്കും. ദെൻ സ്ക്യൂഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് സ്ക്യൂഡ് ആയിരിക്കുമെന്ന് ഓർക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം റൈറ്റ് സൈഡിലായിരിക്കും ലോങ്ങർ ടെയിൽ വരുന്നത്. ടെയിൽ ഈസ് ലോങ്ങർ ഓൺ ദി റൈറ്റ് സൈഡ്. അതായത് കൂടുതൽ ഡേറ്റ വാല്യൂസും എങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? ലെഫ്റ്റ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഡേറ്റാസ് കൂടുതലും ലെഫ്റ്റ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ടെയിൽ ലോങ്ങർ ആയിട്ട് വരും. അതിനെയാണ് പോസിറ്റീവ് സ്ക്യൂനെസ് അല്ലെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുന്നത്. റൈറ്റ് സ്ക്യൂഡിന്റെ പ്രത്യേകത ലോങ്ങർ ടെയിൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. അതിന്റെ അർത്ഥം കൂടുതൽ ഡേറ്റാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. ഓക്കെ. നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡ് ആണെങ്കിൽ ലെഫ്റ്റ് ടെയിൽ ആയിരിക്കും ലോങ്ങർ ആയിട്ട് വരിക. ലെഫ്റ്റ് ടെയിൽ ഈസ് ലോങ്ങർ ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അതിന്റെ അർത്ഥം ഡേറ്റാസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഡേറ്റാസ് റൈറ്റ് സൈഡിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് സൈഡിലെ ടെയിൽ ആയിരിക്കും ലോങ്ങർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ അവിടെ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ കാണുന്നത്. മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഈ ഒരു രീതിയിലായിരിക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നമുക്ക് കാണാം പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡിന്റെ പ്രത്യേകത റൈറ്റ് ടെയിൽ ആണ് ലോങ്ങർ ആയിട്ട് വരുന്നത്. കൂടുതൽ ഡേറ്റാസും ലെഫ്റ്റ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ അവിടെ മീൻ എന്ന് പറയുന്നത് മീഡിയന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വന്നത്. മോഡ് എന്ന് പറയുന്നത് മീഡിയന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നു. അപ്പൊ ഇവിടെ മീൻ എന്ന് പറയുന്നത് മീഡിയന്റെ റൈറ്റ് സൈഡിലേക്കും അതേപോലെ തന്നെ മോഡ് എന്ന് പറയുന്നത് മീനിന്റെ അല്ലെങ്കിൽ മീഡിയന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, മീന് മീഡിയന്റെ റൈറ്റ് സൈഡിലാണ്, മീന് മോഡിന്റെയും റൈറ്റ് സൈഡിലാണ് അല്ലെ? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ അവിടെ മീൻ എന്ന് പറയുന്നത് മീഡിയന്റെയും മോഡിന്റെയും റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സിമ്മട്രിക്കൽ ആണെങ്കിലോ അവിടെ മീൻ മീഡിയൻ മോഡ് എല്ലാം സെയിം ആണ്. കാരണം അവിടെ എന്താണ്? സ്ക്യൂനെസ് 0 ആണ് അല്ലെ? അവിടെ പെർഫെക്റ്റ്ലി സിമ്മട്രിക്കൽ ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ലോങ്ങർ ടെയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഡേറ്റ വാല്യൂസ് കൂടുതലും റൈറ്റ് സൈഡിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ? അവിടെ മീൻ എന്ന് പറയുന്നത് മീഡിയന്റെ ലെഫ്റ്റ് സൈഡിലും മോഡിന്റെ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റണം. സോ നമുക്ക് ഇവിടെ കാണാം സ്ക്യൂനെസ് വാല്യൂ 0 ആണെങ്കിൽ പെർഫെക്റ്റ്ലി സിമ്മട്രിക്കൽ ആണ്. ബെൽ കർവ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പോലെ തന്നെ അല്ലെ? ബെൽ കർവ് ആയിരിക്കും. ഇനി സ്ക്യൂനെസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആകുമ്പോൾ ടെയില് റൈറ്റ് സൈഡിലെ ടെയിൽ ആയിരിക്കും ലോങ്ങർ ആയിട്ട് വരുന്നത്. ഇനി വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡ് ആയിരിക്കും. ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ടെയിൽ ഈസ് ലോങ്ങർ ഓൺ ദി ലെഫ്റ്റ് സൈഡിലെ ടെയിൽ ആയിരിക്കും ലോങ്ങർ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസിസ്റ്റ് ഓഫ് കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ദെയർ ഓഫ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ആൻസറിൽ എത്താനായിട്ട് പറ്റും അല്ലെ? കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള നമ്മളുടെ എൻട്രീസിനെ അതിന്റെ ആക്യുറസി ഒക്കെ ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉപയോഗിച്ച് അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേര് എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, വൗച്ചിങ് ആണ് അല്ലെ? വൗച്ചിങ് എന്ന് നമുക്കറിയാം. സോ വൗച്ചിങ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേഗം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ which of the following is not the characteristics of theory of comparative cost advantage? കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിൽ ഏതൊക്കെയാണ്? അപ്പൊ നമുക്ക്
എന്താണ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് മനസ്സിലാക്കണം അല്ലെ. പല തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. പല തിയറീസും പല ആളുകളും പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള തിയറീസിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഈ തിയറീസ് എല്ലാം വ്യക്തമായിട്ട് പഠിക്കണം. തിയറീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പല അസംഷൻസും എല്ലാം പഠിച്ചു വെക്കണം. അത് എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോന്നും ഒന്ന് നോക്കി പോകാം. Thus full employment of factors of production. There are two currency, two commodity and two factors of production. There are two currency, two commodity and one factor of production. There is absence of transportation cost. Countries are capital intensive only. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തിയറി ഓഫ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്നാണ് നമുക്ക് ചോദ്യം അല്ലെ. സാധാരണ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നോട്ട് എന്നുള്ളൊരു കാര്യം അവിടെ വിട്ടു പോകാറുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചു വെച്ചതാണ്, ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വേഗം ആൻസറിലേക്ക് ചെല്ലും. പക്ഷേ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെ ഒന്ന് തെറ്റിക്കും. നമ്മൾ ആ എക്സാം ടൈമിൽ ആ ഒരു കുറച്ചൊരു ടെൻഷനോട് കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമുക്ക് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് വേഗത്തിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് മനസ്സിലാകും. ഇവിടെ നമുക്കറിയാം കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ two country, two commodity and one factor of production നമ്മൾ അസംഷനിൽ പഠിച്ചിട്ടുണ്ട്. There is absence of transportation cost, അതും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. സിയും ഡിയും എന്തായാലും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ സിയും ഡിയും ഇല്ലാത്ത ഓപ്ഷൻ നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം, അങ്ങനെയും നമുക്ക് പോകാം. അപ്പൊ ഇവിടെ എല്ലാ ഓപ്ഷനിലും സി ഉണ്ട്. സി എന്ന് പറയുന്നത് ആക്ച്വലി ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ. അപ്പോ നമുക്ക് 3 ഓപ്ഷനിലും സി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും 1, 2 and 3 ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉം നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ദെൻ ഓപ്ഷൻ 4 ആണ് അല്ലെ, എ ബി ആൻഡ് ഇ ആണ് അവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആക്ച്വലി കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓപ്ഷൻ സി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ഒരിക്കലും ഓപ്ഷൻ സി ഉള്ളത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ 3 ഓപ്ഷനിലും സി വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. നമുക്കിവിടെ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ പ്രിൻസിപ്പിൾസ് വേഗത്തിൽ ഒന്ന് നോക്കി പോകാം. നമുക്കറിയാം കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ പ്രത്യേകത എന്താണ്. ഒരു കൺട്രിക്ക് റിലേറ്റീവ്ലി അവർക്ക് കമ്പാരറ്റീവ്ലി കോസ്റ്റ് കുറവുള്ളത് ഏതാണോ അതിൽ അവർ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറയുന്നത്. സോ കൃത്യമായിട്ട് ഈ ഒരു തിയറീസിനെ പറ്റി നിങ്ങൾ ഒന്ന് പോയി റെഫർ ചെയ്യാം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിയറീസ് ഒന്നുകൂടി ഒന്ന് പോയിട്ട് റെഫർ ചെയ്തോളാം. സോ നമുക്ക് ഈ ഒരു കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ അസംഷൻസ് നോക്കാം. ദർ ആർ ഓൺലി 2 countries, 2 കൺട്രീസേ വരുന്നുള്ളൂ. ദെൻ they produce the same 2 commodities, 2 commodities ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേബർ ഈസ് ദി ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ഒരു അസംഷൻ ആണ്, ലേബർ എന്ന് പറയുന്നത് മാത്രമാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോ 2 countries, 2 commodities and 1 factor of production അല്ലെ. Then tastes are similar in the both countries. There is free trade between 2 countries. No transportation cost are involved. അപ്പൊ ഇതെല്ലാം നമുക്ക് ബേസിക് അസംഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കണം, there are 2 country, 2 commodity and 1 factor of production. Then there is no transportation cost are involved. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു, നിങ്ങൾ ഇനി ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. ഇത്രയും അറിയാമെങ്കിൽ വേഗത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഹിയർസ് എ മാച്ച് ദി ഫോളോയിങ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എക്സ്ചേഞ്ച് റേറ്റ്, ഫോർവേഡ് മാർക്കറ്റ്, ആർബിട്രേജ്, ഡയറക്റ്റ് ക്വട്ടേഷൻ. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? നമുക്ക് എക്സ്ചേഞ്ച് റേറ്റും ഫോർവേഡ് മാർക്കറ്റും ആർബിട്രേജും എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യം, വെറും ഡെഫിനേഷൻസ് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് വേഗത്തിൽ ഒന്ന് മാച്ച് ചെയ്യാനായിട്ട് നോക്കാം അല്ലെ. നിങ്ങൾ നോക്കുക, ഫോർവേഡ് മാർക്കറ്റ്. ഫോർവേഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. ഫോർവേഡ് മാർക്കറ്റിന്റെ ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ
where transactions are entered into for settlement on a future date. അതല്ലേ forward market. അതായത് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് സെറ്റിൽമെന്റുകൾ നടത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മളൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് നടത്താനായിട്ടുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എന്ന് പറയാം അല്ലേ. ദെൻ ആർബിട്രേജ്. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ റിസ്ക് ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെ നമുക്ക് ആർബിട്രേജ് എന്ന് പറയാം. എങ്ങനെയാണ്? നമുക്ക് പ്രൈസ് ഡിഫറൻസിൽ നിന്നും റിസ്ക് ലെസ് പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്യാണ് അല്ലെ. ഒരു മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്നു, മറ്റൊരു മാർക്കറ്റിൽ ഇപ്പൊ പ്രൈസ് കുറവുള്ള മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്തിട്ട് പ്രൈസ് കൂടുതലുള്ള മാർക്കറ്റിൽ പോയി സെല്ല് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ആർബിട്രേജ് പ്രോസസ് എന്ന് പറയാം അല്ലെ. മേക്കിംഗ് റിസ്ക് ലെസ് പ്രോഫിറ്റ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് പ്രൈസ് ഡിഫറൻസ് ഓഫ് അസറ്റ്സ് ഇൻ ഡിഫറന്റ് മാർക്കറ്റ്സ്. അതാണ് ആർബിട്രേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫോർവേഡ് മാർക്കറ്റും ആർബിട്രേജും എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി അല്ലെ. ബി എന്ന് പറയുന്നത് ഓപ്ഷൻ 3 വരും, സി എന്ന് പറയുന്നത് ഓപ്ഷൻ 2 വരും. ഇനിയുള്ളത് എക്സ്ചേഞ്ച് റേറ്റും ഡയറക്റ്റ് ക്വട്ടേഷനുമാണ്. സോ ഇത് രണ്ടും അറിയാമെങ്കിൽ തന്നെ നമുക്ക് വേഗത്തിൽ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദി പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് എ കറൻസി ഇൻ ടേംസ് ഓഫ് സം യൂണിറ്റ് ഓഫ് അനദർ കറൻസി. അതല്ലേ എക്സ്ചേഞ്ച് റേറ്റ്. ഒരു കറൻസിയുടെ പ്രൈസ് നമ്മൾ മറ്റൊരു കറൻസിയുടെ റേറ്റിൽ, അല്ലെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് ടു കറൻസീസ് വേർ എക്സ്ചേഞ്ച്. നമുക്കറിയാം ഇപ്പം ഇന്ത്യൻ കറൻസിയും US ഡോളറും തമ്മിലുള്ള ഇപ്പൊ ഒരു US ഡോളറിന് എത്ര ഇന്ത്യൻ കറൻസി കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ക്വട്ടേഷനും ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി ഇൻ ടേംസ് ഓഫ് സം യൂണിറ്റ് ഓഫ് ഹോം കറൻസി. അതാണ് ഡയറക്റ്റ് ക്വട്ടേഷൻ. അതായത് അവിടെ ഹോം കറൻസി എന്നൊരു വാക്കാണ് വരുന്നത്. സോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ് ക്വട്ടേഷനിൽ ഹോം കറൻസി എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫോറിൻ കറൻസിക്ക് നമ്മുടെ ഹോം കറൻസി എത്ര കൊടുക്കേണ്ടതായിട്ട് വരും, അതാണ് ഡയറക്റ്റ് ക്വട്ടേഷനകത്ത് പറയുന്നത്. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് B3യും C2വും നമ്മൾ പറഞ്ഞു. B3 ആൻഡ് C2 വരുന്ന 2 ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ. B3യും C2വും വരുന്ന 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ഒന്നുകൂടി കൺഫ്യൂസ്ഡ് ആക്കും. എന്നാലും ബാലൻസ് 2 ഓപ്ഷൻസും ഡയറക്റ്റ് ക്വട്ടേഷനും എക്സ്ചേഞ്ച് റേറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. A4, B3, C2 ആൻഡ് D1. ഓപ്ഷൻ 1 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏത് തരത്തിലുള്ള അക്കൗണ്ട് ആണ്? ഇതും ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് കൺഫ്യൂഷൻ ആക്കും. സാധാരണഗതിയിൽ എല്ലാവരും പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ നേരത്തെ അടച്ച എമൗണ്ട് ആണ്. സോ നമുക്കതൊരു അസറ്റ് ആണല്ലോ. അസറ്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടുകളിലല്ലേ നമ്മൾ നമ്മുടെ അസറ്റുകളെ കാണിക്കുന്നത്. സോ അതൊരു റിയൽ അക്കൗണ്ട് ആണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആക്ച്വലി പ്രീപെയ്ഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളും ഇൻകംസും നമുക്ക് അസറ്റ് ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നു. എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡുമായിട്ടുള്ള എലമെന്റുകളെയൊക്കെ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്നൊരു കാറ്റഗറിയിലാണ് നമ്മൾ പറയാറുള്ളത്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. സോ അത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്താണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്നൊന്ന് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് that represent a person or a group of persons. These accounts are used to keep track of the transactions of a particular person or group. Prepaid insurance account is a type of representative personal account because it represents the insurance company or the agent who sold the insurance policy. പിന്നെ സാധാരണഗതിയിൽ ഈ പറയുന്ന പ്രീപെയ്ഡ് ഇൻഷുറൻസും അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഇങ്ങനെ വരുന്ന എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ നമുക്ക് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്നൊരു കാറ്റഗറിയിൽ വേണം കാണിക്കാൻ. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് മാക്സിമം വെൻ? ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തുന്നത് എപ്പോഴാണ്? നമുക്കിവിടെ നമ്മുടെ ബിസിനസ് എക്കണോമിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് പ്രൊഡക്ഷൻ മാക്സിമം ആകുമ്പോഴാണോ, അതോ മാർജിനൽ പ്രൊഡക്ഷൻ ഈസ് മാക്സിമം, ഓർ മാർജിനൽ പ്രൊഡക്ഷൻ ഈസ് 0, ആവറേജ് പ്രൊഡക്ഷൻ ഈസ് 0? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ
ആവറേജ് പ്രൊഡക്ഷൻ, മാർജിനൽ പ്രൊഡക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടൊരു കർവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കർവ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് വരയ്ക്കാൻ സാധിച്ചാൽ വേഗം നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആകും. കാരണം ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തുമ്പോൾ ഈ 4 ഓപ്ഷനൂടെ കാണുമ്പോഴത്തേക്കിന് നമ്മൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. എന്നാൽ കൃത്യമായിട്ട് ആ ഒരു ഗ്രാഫ് നിങ്ങൾ വരച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സോ ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം? ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിലാകുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, മാർജിനൽ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും? 0 ആകും അല്ലെ? മാർജിനൽ പ്രൊഡക്ഷൻ 0 ആകും. MP 0 എത്തുമ്പോഴാണ് TP എവിടെ എത്തുന്നത്? മാക്സിമത്തിൽ എത്തുന്നത്. നമുക്ക് അതിന്റെ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വേഗത്തിൽ ആൻസറിലേക്ക് എത്താം. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ TP ഇൻക്രീസ് ചെയ്യും, മാർജിനൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി അത് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും, AP ആവറേജ് പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തുകയും ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങളെ പഠിച്ചു വെക്കാം. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെയും ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിൽ എത്തി നിൽക്കുന്നു, മാർജിനൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്ത് എവിടെ എത്താണ്? 0 എത്തുന്നു, ആവറേജ് പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ നിന്ന് വീണ്ടും താഴേക്ക് വരികയാണ് അല്ലെ? ഡിക്ലൈൻ ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്ഷനും കുറഞ്ഞു വരികയാണ്, പക്ഷേ 0യെക്കാട്ടിലും മുകളിലായിരിക്കും, മാർജിനൽ പ്രൊഡക്ഷൻ നെഗറ്റീവ് ആകുന്നതും നമുക്ക് കാണാം. അതാണ് തേർഡ് സ്റ്റേജ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ TP മാക്സിമത്തിൽ എത്തുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജില് മാർജിനൽ പ്രൊഡക്ഷൻ MP എവിടെ എത്തി? 0യിലാണ്, എക്സാക്ട് 0യിൽ നിൽക്കുകയാണ് അല്ലെ? TP മാക്സിമത്തിൽ എത്തിയപ്പോൾ MP 0യിൽ നിൽക്കുകയാണ്, AP എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയും ചെയ്യാണ്. സോ നമുക്ക് അവിടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. TP മാക്സിമത്തിൽ എത്തുമ്പോൾ MP എന്തിലാകും? 0യിലാകും. അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റിയാൽ വളരെ വേഗത്തിൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഇയർ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, ഈ ഇയറുകളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക്സിൽ നിന്നും അല്ലെങ്കിൽ ഇയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകാതെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആൻസർ ഉറപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 2 മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, നമ്മൾ എത്ര പഠിച്ചു വെച്ചാലും ചില ഏരിയാസിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു ആൻസർ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇൻകം ടാക്സിൽ നിന്നും അതേപോലെ ഈ ഒരു ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഇയറുകളും മറ്റും നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ഉറപ്പിക്കാം, നമ്മുടെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലെ? സോ നമുക്കിവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ യോജനാസും അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമാണ്. സോ 2014, 15, 16, 17 അടുത്തടുത്തുള്ള വർഷങ്ങൾ തന്നെയാണ് അല്ലെ? നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇങ്ങനെയൊക്കെ തരുന്നത്. എന്നാലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പം ആൻസർ ചെയ്യാം. നമുക്ക് നോക്കാം. PM ജൻധൻ യോജന. PM ജൻധൻ യോജന ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 2014 ആണ്. PM ജൻധൻ യോജന 2014. ദെൻ ഓപ്ഷൻ ബി PM മുദ്ര യോജന. മുദ്ര യോജന 2015ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്തത് 2016. വയാ വന്ദന യോജന ഉണ്ട്, 2017 ആണ്. നമ്മുടെ സീനിയർ സിറ്റിസണിനുള്ള പെൻഷൻ സ്കീമുമായിട്ടൊക്കെ വരുന്നതാണ് ഈ ഒരു വയാ വന്ദന യോജന. സോ ഈ ഒരു ഇയറുകൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാം. സോ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓപ്ഷൻ 1 ആണ് എക്സാക്ട് ആൻസർ. A2, B4, C1 ആൻഡ് D3. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഏറ്റവും ബേസിക് ആണ് അല്ലെ? വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ലെവലിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നെറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും അധികം എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഏത് ഇയർ ആണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. കമ്പനീസ് ആക്ട് 2013.
ഇത് വെറും ആക്ടുകൾ മാത്രമാണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു. എന്നാൽ ഇനിയും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതുപോലെ മാച്ച് ദി ഫോളോയിങ് വരുന്നുണ്ട്. അതിനകത്ത് ഇത്രയും സിമ്പിൾ അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ടഫ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് സെക്ഷൻസ് ഉൾപ്പെടെ നമ്മുടെ ഓരോ ആക്ടിനകത്തു നിന്നുമുള്ള സെക്ഷൻസ് ആൻഡ് സബ്സെക്ഷൻസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത. ബേസിക് ലെവലിൽ നിന്നുമുണ്ട്, അതേപോലെ ടഫ് ആയിട്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. A2, B3, C4 ആൻഡ് D1. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ, the psychological state of an experienced meaningfulness of the work is due to the following core job dimensions. ഇവിടെ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ആണ്. ഈ ഒരു മോഡൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ പ്രകാരം നമ്മുടെ എക്സ്പീരിയൻസ് മീനിങ്ഫുൾനെസ് ഓഫ് ദ വർക്കിന്റെ മീനിങ്ഫുൾനെസ് ഏതിന്റെയൊക്കെ ബേസിലാണ്, ഏതൊക്കെ ജോബ് ഡയമെൻഷൻസിന്റെ ബേസിലാണ് ജോബ് മീനിങ്ഫുൾനെസ് വരുന്നത്. നമ്മൾ ഈ ഒരു ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിനകത്ത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. മീനിങ്ഫുൾനെസ് ഉണ്ടാകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിലാണെന്നും അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഇവിടെ ആൻസറിൽ നിന്ന് വേഗത്തിൽ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്താണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്നുള്ളത് കാണുമ്പോൾ വേഗം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോണമി, സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ഫീഡ്ബാക്ക് ആൻഡ് ടാസ്ക് സിഗ്നിഫിക്കൻസ്. ഈ 5 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ബി, സി ആൻഡ് ഇ. എങ്ങനെയാണ് ഈ ബി, സി ആൻഡ് ഇ വന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് അതിനു വേണ്ടി ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ആണ് പഠിക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം മീനിങ്ഫുൾനെസ് ഓഫ് ദ വർക്കിന്റെ മീനിങ്ഫുൾനെസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്. ഇത് മൂന്നുമാണ് നമുക്ക് തൊട്ട് മുന്നേയുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സോ നമുക്ക് അവിടെ 5 ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. അതിൽ നിന്ന് സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ് ഇത് മൂന്നുമാണ് വർക്കിന്റെ മീനിങ്ഫുൾനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 ഫാക്ടേഴ്സും ഏതാണ്? മീനിങ്ഫുൾനെസ് ഓഫ് ദ വർക്ക്. ദെൻ ഓട്ടോണമി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്ക് ഔട്ട്കത്തിന്റെ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഓട്ടോണമി. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നോളജ് ഓഫ് റിസൾട്ട് ഓഫ് ദി വർക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നോളജ് ഓഫ് ദി റിസൾട്ട് ഓഫ് വർക്ക്. നമ്മുടെ വർക്കിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫീഡ്ബാക്കിൽ നിന്നായിരിക്കും മനസ്സിലാകുന്നത്. ഫീഡ്ബാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇത്രയും ഫാക്ടേഴ്സും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? എംപ്ലോയി മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിന്റെ അകത്ത് പറയുന്നത്. ഈ ഒരു മോഡൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു മോഡലൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫെമ? ഫെമയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെയും ഫെമ എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ഒക്കെ അറിയാമെങ്കിൽ വേഗം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എ, സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ റെഗുലേറ്റ് പേയ്മെന്റ് ടു ആൻഡ് ഫ്രം എ പേഴ്സൺ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ശരിയാണ് അല്ലേ? നമുക്കറിയാം ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും എന്തെങ്കിലും പേയ്മെന്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ ഓപ്ഷൻ ബി, ഹോൾഡിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് റെസ്ട്രിക്റ്റഡ്. ഇന്ത്യക്ക് പുറത്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് റെസ്ട്രിക്റ്റഡ് ആണോ? ഫെമ പ്രകാരം അത് റെസ്ട്രിക്റ്റഡ് ആണോ? നമുക്ക് നോക്കാം. Then RBI can restrict the transaction from capital account even if it is done by the authorized person. നമുക്കറിയാം ഫെമയിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഓതറൈസ്ഡ് പേഴ്സൺ വഴിയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തിയതെങ്കിലും RBIക്ക് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? Then option D, all the foreign transactions are to be done through FEMA authorized persons. ഇതും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. Then FEMA applies to Indian citizens living abroad. അത് ശരിയായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? സോ നമുക്ക് കൃത്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി പോകാം. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സി ആൻഡ് ഡി ആണ്. എങ്ങനെയാണ് ഈ എ, സി ആൻഡ് ഡി വന്നത് എന്ന് നമുക്ക് നോക്കണം. സോ then all the financial transactions concerning foreign securities or exchange cannot be carried out without the approval of FEMA. All the transactions must be carried out through authorized persons. നമുക്കറിയാം ഫെമയുടെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക്
ഒരു തരത്തിലുള്ള ഫോറിൻ ട്രാൻസാക്ഷൻസും നടത്താനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ വഴി വേണം നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട്. ദെൻ ഇൻ ജനറൽ interest of the public, Government of India can restrict an authorized individual from carrying out foreign deals within the current account. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ ഒരു ഓതറൈസ്ഡ് ഇൻഡിവിജ്വലിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ RBIക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസും റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, even if it is carried out through authorized individual. Then as per the act, Indian residents have the permission to conduct a foreign exchange, foreign security transaction, or the right to hold or own the immovable property in a foreign country. So ഇതെല്ലാം നമ്മുടെ ഫെമ പ്രകാരം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇപ്പൊ ഫെമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.